നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നോമ്പ് തുറയിലും മറ്റുമൊക്കെ ഗൾഫിൽ നിന്ന് കുറേ ആചാരങ്ങളും മറ്റുമൊക്കെ പകർന്നെങ്കിലും ഈ ഒരു ഇത് നമ്മൾ ശരിക്കും കൊണ്ട് പകർന്നിട്ടില്ല എന്നാണല്ലോ. നമ്മൾ വിഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഫോറിൻ വിഭവങ്ങളും മന്തിയും കുഴിമന്തിയും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തി എന്നല്ലാതെ അവരിലുള്ള കുറേ നല്ലത് നമ്മിലേക്ക് എത്താൻ ഇനിയും വഴുകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവരുടെ ഖുർആനോത്ത് ആ പള്ളിയിൽ തന്നെ എല്ലാവരും നിസ്കാരത്തിൻ്റെ മുമ്പ് വന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരര ജുസെങ്കിലും ഖുർആൻ ഓതുന്ന പതിവോടെ എല്ലാ പള്ളികളിലും കാണാം. അതുപോലത്തെ നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെയും ഖുർആൻ ഓതുന്നത്, ഇങ്ങനെ തുടങ്ങി ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങൾ ഒന്നുകൂടി ഈ റമദാനോടുകൂടെ ശക്തിപ്പെടുത്തേണ്ടതാണ് ഏറ്റവും നല്ല മാർഗങ്ങൾ. അപ്പോൾ പള്ളികൾ സജീവമാകുന്നതിൽ നമ്മുടെ രാജ്യത്തേക്കാൾ മറ്റു രാജ്യത്താണ് കൂടുതൽ കാണുന്നത്. വളരെ സന്തോഷമായിട്ട്. പിന്നെ മറ്റെന്തെങ്കിലും നമ്മളെ ഒത്തുകൂടുന്നിടത്തോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും ഈ റമദാനിൽ പ്രത്യേകിച്ച്? മാഷാ അല്ലാഹ്, ഗൾഫുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഓരോ വീടുകളിലും നോമ്പ് തുറ, വമ്പിച്ച നോമ്പ് തുറകൾ ഉണ്ടാക്കി അത് എല്ലാവരും ഒരുമിച്ച് കൂടി അവരുടെ സദസ്സുകളിലെല്ലാവരും ഒരുമിച്ച് കൂടി പരസ്പര സ്നേഹം കൈമാറുന്നു. അതോടുകൂടെ തന്നെ പരിസരത്തുള്ള വീടുകളിലേക്കൊക്കെ ചെല്ലാറുണ്ട്. ഞാൻ എവിടെ ചെന്നാലും നോമ്പ് തുറയിൽ കുറേ വിഭവങ്ങൾ, അലീസകൾ തന്നെ പല ഐറ്റംസ് അലീസകൾ കാണും. അവൻ ചോദിക്കും എന്താ ഇപ്പോൾ ഒരു വീട്ടിൽ ഇത്തരം അലീസകൾ? അപ്പം പറയും അതാ ഷെയ്ഖിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, ഇത് ഇവിടുന്ന് കൊണ്ടുവന്ന. അപ്പോൾ ഇത് എല്ലാ ദിവസവും അവർക്ക് റമദാൻ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, നോമ്പ് തുറപ്പിക്കുക, അതെല്ലാവരും വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തുക എന്ന് മാത്രമല്ല, അത് പറ്റാവുന്ന ക്ഷണിച്ച് വരുത്തി മറ്റ് വീടുകളിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുത്ത് അങ്ങനെ പരസ്പരം സ്നേഹവും സന്തോഷവും അങ്ങുമിങ്ങും കൈമാറി അത് പ്രാക്ടിക്കലായി കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ, അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലാണല്ലോ കൂടുതൽ ഇപ്പം അനുഭവങ്ങൾ പറഞ്ഞത്. എന്നാൽ അറബേതര രാജ്യങ്ങളിൽ ഒരു സെക്കുലർ സമൂഹത്തിലോ മറ്റോ ഇവിടുത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ? ഈ ലണ്ടനിൽ പോകുന്ന സമയത്ത് പലരും ചോദിച്ചിരുന്നു അവിടെ നിസ്കരിക്കാൻ കഴിയുമോ, അവിടെ നോമ്പ് തുറ കിട്ടുമോ, അവിടെ മറ്റ് മുസ്ലിമായി ജീവിക്കാൻ കഴിയുമെന്നൊക്കെ. പക്ഷേ അവിടുത്തെ ആത്മീയതൊക്കെ കാണുമ്പോൾ ഒരർത്ഥത്തിൽ വല്ലാതെ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. ലണ്ടനിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം മാനുസ്ക്രിപ്റ്റ് അസോസിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസ് ചെന്നപ്പോൾ പ്രത്യേക ഹാള് നിസ്കരിക്കാൻ തയ്യാറാക്കിയിരുന്നു. ആ ഹാളിലൊക്കെ കുറേ ഫ്രെയിമുകൾ ഫോട്ടോ നല്ല വെള്ള ടബിലുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഏതോ എടുത്ത് നോക്കി, ഇതൊക്കെ വേറെ ഏതെങ്കിലും ബഹുദൈവാരാധനകളുടെ ഫോട്ടോകളോ മറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല നല്ല ഫ്ലവറുകളുടെ ഫോട്ടോ ആണ്. ഫ്ലവറുകൾക്കൊന്നും ഇസ്ലാമിൽ യാതൊരു കുഴപ്പമില്ല, പക്ഷെ അതുവരെ അവർ ആ ഒരു ആത്മീയത ആചാരങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്നു. നമ്മൾ കറാത്താണ് പറഞ്ഞ കാര്യങ്ങൾ പോലും അവരെന്താകുന്നു വലിയ ശ്രദ്ധ ഒതുക്കുന്നത്. അപ്പോൾ മുഴ മുന്നാരിൽ മുസ്തസ്ഖിരി ഷറരി എന്നാണല്ലോ കൂടുതലും നരകാവകാശികളായി മാറുന്നത് ഈ തിന്മകൾ ചെറുതായി കാണുക എന്നുള്ളതാണ്. കറിക്ക് സ്വാദ് നൽകുന്നത് ആടോ കോഴിയോ ചെമ്മീനോ എന്നുള്ളതിലേറെ ആ തൂമ്പിക്കുന്നതും ആ ചേരുവകളാണ്. ചിലപ്പോൾ ഉപ്പ് അല്പം കുറഞ്ഞു പോയാൽ അല്ല അല്പം കൂടിപ്പോയാൽ ആ കറിൻ്റെ സ്വാദ് തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആദാബുകൾ, ആചാരങ്ങൾ നമ്മൾ പരമാവധി ശക്തിപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഈ സെക്കുലർ രാജ്യങ്ങളിലും നല്ല രൂപത്തിലുള്ള അനുഭവങ്ങൾ, അവിടുത്തെ എന്തെങ്കിലും വേറിട്ട് നമുക്ക് ഒരു മെസ്സേജായി പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും? ഞാൻ ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, സിഡ്നിയിൽ അവിടെ ഉവൈസ് ഖാൻ എന്ന ഒരു വലിയ വ്യവസായി എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ കേരളത്തിലെവിടെയും കാണാത്ത വലിയൊരു പ്രതീതിയാണ്. റൂമിലെല്ലാവരും വെള്ള വിരിച്ചിട്ടുണ്ട്, വെള്ള വിരിച്ച് എല്ലാവരും വെള്ള ഡ്രസ്സ്, വെള്ള തുണി, വെള്ള കുപ്പായം. അങ്ങനെ മങ്കൂസ് മൗലിദ് തുടങ്ങി ആദ്യത്തെ ദ്വാ ഞാൻ ദ്വാ ചെയ്തു. മങ്കൂസ് മൗലിദ് ഓതുന്നതൊക്കെ 15 വയസ്സ് ചെറിയ കുട്ടികളാണ്. ആ കുട്ടികൾ നമ്മൾ മങ്കൂസ് മൗലിദ് യുസബ്ബിഹുല്ലാദാലിക്കന്നൂറ തുസബ്ബിഹുൽ മലായികത്തു ബിതസ്ബീഹി ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം എന്ന് പറയുമ്പോൾ നമ്മളൊരു അലൈഹിസ്സലാം എന്ന് മാത്രം കേൾക്കും. പക്ഷെ അവിടെ കണ്ടതങ്ങല്ല. വറുവി അനിൻ നബിയ്യെന്നങ്ങ് പറയലോടുകൂടെ സാഹസം നടങ്ങ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് യുസബ്ബിഹുല്ലാഹ എന്ന് പറയുമ്പോഴേക്ക് ഖാലു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് അങ്ങനെ സദസ്സങ്ങ് കൂടി ആ മൗലൂൻ്റെ സദസ്സ് വല്ലാതെ ആവേശം കൊണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ദ്വാ ചെയ്യാൻ സമയത്ത് എന്തിനാണ് ദ്വാ ചെയ്യേണ്ടത്? അപ്പോഴാണ് അവർ പറയുന്നത്, ആ വീട്ടുകാരൻ്റെ മകൻ ഉമർ എന്ന് പറയുന്ന മകൻ അന്ന് ഖത്മുൽ ഖുർആനാണ്, അഥവാ ഖുർആൻ മനപ്പാടാക്കുകയല്ല, ഖുർആൻ ഓതി തീർക്കുന്ന ദിവസമാണ്. അപ്പം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ ഖുർആൻ തുടങ്ങുമ്പോഴും ഖുർആൻ അവസാനിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ ഖുർആൻ യാസീൻ ഓതുമ്പോഴൊക്കെ ഉസ്താദുമാരെ ക്ഷണിച്ചു വരുത്തി അത് മുബാറക്കായ അനുഗ്രഹീതരായ ആളുകളെ കൊണ്ട് തുടങ്ങി കൊടുക്കുക, അതൊരു പ്രാർത്ഥനാ നിർഭരമായൊരു സദസ്സാക്കുക എന്നുള്ള ആചാരം ഉണ്ടായിരുന്നു. ഈ ഖത്തം വഴങ്ങാന്നൊക്കെ അവരുടെ പരിപാടികൾ പള്ളികളിലും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറേ സുന്നത്തുകൾ കുഴിച്ചു മൂടി. അതിനേക്കാളെ രസം ഞാൻ ഈ വലിയവരൊക്കെ ഉണ്ടായിട്ട് എന്താണ് ചെറിയ കുട്ടികളെ കൊണ്ട് മൗലൂദ് ഓദിക്കുന്നത് ചോദിച്ചപ്പോൾ അപ്പുറം ഇപ്പോഴേ ശീലിച്ചെങ്കിൽ